എന്നെ ഒന്നും ചെയ്യരുത്. നമസ്കാരം മിസ്റ്റർ ഐസക് ജോൺ. കർത്താവാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഖാൻ സാഹിബിന്റെ മുഴുവൻ രഹസ്യങ്ങളും അറിയാവുന്ന ആളല്ലേ നിങ്ങൾ? കോടിക്കണക്കിന് പണം, ഹവാല ഇടപാടിൽ ഡേവിഡ് എബ്രഹാമിനെ തോൽപ്പിച്ചെടുത്ത സ്വർണം, ബിസിനസ് രഹസ്യങ്ങൾ പകർത്തിയ കമ്പ്യൂട്ടർ ഫ്ലോപ്പീസ്, മറ്റ് റെക്കോർഡുകൾ, ഇവയൊക്കെ എവിടെയാ സൂക്ഷിച്ചിരിക്കുന്നത്? അത് തനിക്കറിയില്ലേ? പിന്നെ എവിടെയാ? പേടിക്കണ്ട, സത്യം പറയും. ഞാൻ പാവാണ്, എന്നെ അവർ ഒന്നും ചെയ്യില്ല. ഞങ്ങളില്ലേ, പറയും. മേട്ടുപ്പാളയം മുത്തു, ഓയിൽ രാജനെന്നും വിളിക്കും. അവനാണ് സൂക്ഷിപ്പ്. മേട്ടുപ്പാളയം മുത്തു.
എങ്ങനെയുണ്ട്? സാർ, ഇനി എന്നെ ഉപദ്രവിക്കരുത്. എന്താ നിന്റെ പേര്? ബേബി, ബേബി വളയനാൾ. ഏത് പത്രം? മലയാള രമ. ഇറ്റ്സ് എ നാഷണൽ ഡെയിലി സാർ. നാഷണൽ ഡെയിലി, ദേശത്തെ മുതലാളിമാരുടെ പത്രം. എസ്റ്റേറ്റ് ഓണേഴ്സ്, ബിസിനസ് ടൈക്കൂൺസ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, ട്രാൻസ്പോർട്ട് മുതലാളിമാർ തുടങ്ങി കോടീശ്വരന്മാരുടെ ബൂർഷ പത്രം. അതിൽ പെട്ടതല്ലേ നിന്റെ ഈ മലയാള രമ? സാർ തെറ്റിദ്ധരിച്ചാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഒരു ജേർണലിസ്റ്റിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. ഹ, എന്റെ പത്രത്തിന്റെ സ്റ്റാറ്റസും സർക്കുലേഷനും അറിയാതെയാ സാർ ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നത്. പണം ഉണ്ടാക്കുകയല്ല സാർ ഞങ്ങളുടെ ലക്ഷ്യം. എത്രയോ പൊതു കാര്യങ്ങൾക്ക് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ദേശീയ ദുരന്തത്തിൽപ്പെട്ട് അനാഥരായ കുടുംബങ്ങൾക്കെല്ലാം ഞങ്ങൾ ഗ്രാമങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ ഇനിയും ഞങ്ങൾ... നിർത്തടാ. നാട്ടുകാരുടെ കാശ് പിരിച്ചുണ്ടാക്കിയ വീടുകൾ പത്രത്തിൻ്റെതാണെന്ന് പറയുന്നത് തന്നെ ചെറ്റത്തരമല്ലേ, തട്ടിപ്പല്ലേ? സാർ അത്... ഓക്കെ ഓക്കെ, ലീവ് ഇറ്റ്. നടി നാൻസിയുടെ വിവാഹത്തെ പറ്റി നീ എന്താ എഴുതിയത്? എന്താ എഴുതിയത്? ഓർമ്മയില്ലേ? പറഞ്ഞോടാ. പറയാം. ട്രാൻസ്പോർട്ട് മന്ത്രി കാളിമുത്തുവും നാൻസിയും തമ്മിലുള്ള പ്രേമം വിവാഹത്തിലേക്ക്. പ്രതിശ്രുത വധുവിന് 5 ലക്ഷറി കോച്ചും 5 കോടി രൂപയുമാണ് മന്ത്രി വിവാഹ സമ്മാനമായി നൽകുന്നത്. ഈ ന്യൂസ് നടിയുടെ അമ്മ തന്നെ എന്നെ കൊണ്ട് എഴുതിച്ചതാണ് സാർ. അതിനു മുമ്പ് നാൻസി ഒരു സെക്സ് ബോംബ് എഴുതി നീ ഒരു ഫോട്ടോ കൊടുത്തില്ലേ? എവിടെ നിന്ന് കിട്ടിയ ഫോട്ടോ? അത് വേറൊരു മോഡൽ ഗേളിന്റെ ന്യൂഡ് ഫോട്ടോയിൽ നാൻസിയുടെ തലവെട്ടി ഒട്ടിച്ചതാണ്. അവന്റെ ഒരു... പറടാ. നോ, നിന്റെ നാഷണൽ ഡെയിലിയും സോഷ്യൽ സർവീസും എടോ ഉടുതുണിയില്ലാത്ത പെൺകുട്ടികളുടെ ചിത്രവും പോർണോ സാഹിത്യവും കൂട്ടിച്ചേർത്ത് പബ്ലിഷ് ചെയ്യുന്ന നിന്റെയൊക്കെ തേർഡ് റേറ്റ് യെല്ലോ ജേർണലിസം, വായനക്കാരെ രസിപ്പിക്കാൻ സൂര്യനെല്ലി ബലാത്സംഗം തൊട്ട് ചാരക്കേസ് വരെ, രതിവൈകൃതങ്ങളുടെ തുടർക്കഥ എന്നോണം വിൽക്കുന്ന സെക്സ് ട്രേഡിംഗ്, റെഡ് സ്ട്രീറ്റിലെ പിമ്പുകളെക്കാൾ തരം താണം നിന്നെയൊക്കെ... ക്ഷമിക്കണം സാർ. സർക്കുലേഷൻ കൂട്ടാൻ സെൻസേഷനുള്ള ന്യൂസ് വേണമെന്ന് പറയുമ്പോൾ എങ്ങനെയും ഉണ്ടാക്കി കൊടുക്കണം. തെറ്റാണെന്ന് അറിയാം. എന്റെ ഗതികേട് കൊണ്ട് ചെയ്യുന്നതാണ് സാർ. ഇല്ലെങ്കിൽ ജോലി പോകും. ഭാര്യയും മക്കളും അടക്കം ഒരു വലിയ കുടുംബത്തെ പോറ്റേണ്ടവനാണ് ഞാൻ. ഇനി ചെയ്യില്ല സാർ. അങ്ങനെ എഴുതില്ല. എഴുതണം, എനിക്ക് വേണ്ടി എഴുതണം. ഞാൻ പറയുന്നത് പോലെ എഴുതണം. എന്താ? ഉപഹാരമായിട്ടല്ല, പ്രതിഫലമായിട്ട്. For favors I want you to do. Have I made myself quite clear? വച്ചോളൂ. You may go. എന്താ പേര് പറഞ്ഞത്? ബേബി. വെൽ, മിസ്റ്റർ ബേബി, എവിടേക്കാ പോണ്ടത്? ഞാൻ പോയിക്കോളാം സാർ. ഓ നോ നോ നോ, ഇയാൾക്ക് എവിടെയാ പോണ്ടെന്ന് വെച്ചാൽ വിട്ടുകൊടുത്തേക്ക്. ഓക്കെ. എന്തിനീ നാർക്കൊക്കെ കാശ് കൊടുക്കുന്നത്? നിനക്കറിയില്ല. മണി പവർ, മസിൽ പവർ പോലെ മീഡിയ പവർ. ദേ ക്യാൻ മേക്ക് ആൻഡ് ബ്രേക്ക്. ഇറ്റ്സ് ഹൈ ടൈം എ നാഷണൽ ഡെയിലി സ്പോക്ക് ദ ലാംഗ്വേജ് ഓഫ് ദേവൻ. ഒരു ദേശീയ ദിനപത്രത്തിന്റെ 1-ാം പുറം ദേവദേവന്റേതാകുന്നു. ഡൽഹിയിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. ലീഡർ നെക്സ്റ്റ് ഫ്രൈഡേ ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണാമെന്ന്.